ഇത് നല്ല വെറൈറ്റി ആണ്. ഫെലനോപ്സിസ് എന്ന് പറയുന്ന മോഡലാണ് ഇത്. ഇതിന്റെ കെയർ എന്ന് വെച്ചാൽ അല്പം ചെരിച്ചു വെച്ച് കൊടുക്കണം. പോട്ടില് പ്ലാന്റ് ഒന്ന് ചെരിച്ചു വെച്ച് കൊടുക്കുക. ഇതിന് മാനുവർ വളമൊക്കെ കൊടുക്കുന്നത് മറ്റേ ഡെൻഡ്രോബിയം പോലെ തന്നെ. ഇങ്ങനെ ചിലപ്പോൾ കിക്കീസ് വരികയാണെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അടർത്തി പുതിയ തൈയായിട്ട് നമുക്ക് വേറെ ഇതൊക്കെ ഫ്ലവർ ഇട്ട് എത്ര നാളായി ഇപ്പോ? ഫ്ലവർ അത് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. മിക്കതും വിരിഞ്ഞു വരുന്നുള്ളൂ. ഒക്കെ ചില മിക്കത് ഇതൊക്കെ ഒന്നും വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. എല്ലാം ഈ അടുത്ത് വിരിഞ്ഞത് മാത്രമാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ചാലക്കുടിയിലുള്ള തുമ്പി ഓർക്കിഡ്സിലാണ്. അപ്പോൾ ഓർക്കിഡുകളൊക്കെ നല്ല മിതമായ വിലക്കുറവിലൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വീട്ടിൽ ടെറസിലാണ് ആള് ഇതൊക്കെ ചെയ്യുന്നത്. ഇഷ്ടംപോലെ വെറൈറ്റി, ഇഷ്ടംപോലെ പൂക്കൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ. ഇതാണ് ചേച്ചി. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെ പേര്? ജിനി. ജിനി എന്നാണ് പേര്. അപ്പോൾ ചേച്ചിയാണ് ഈ ഫുള്ള് ഓർക്കിഡുകളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വീട്ടിൽ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേ പൂക്കൾ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ ഇത് ഡ്രാഗൺ വെറൈറ്റിയിൽ വരുന്നതാണല്ലേ? ഓക്കെ. ഇതിന്റെയൊക്കെ മറ്റേ ഏകദേശം റേറ്റ് ഒക്കെ എത്ര വരും? റേറ്റ് നമുക്ക് പ്ലാന്റ്സിന് വരുന്നത് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഒരു 230 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 300 റേഞ്ചിലൊക്കെ വരും. സൈസ് ഉള്ള പ്ലാന്റ്സിനൊക്കെ ഒരു 300 റേറ്റ്. ഫ്ലവറിംഗ് പ്ലാന്റ്സും ഉണ്ട്, അല്ലാതെ പ്ലാന്റ്സും കൊടുക്കുന്നുണ്ടല്ലോ. മെച്യൂർഡ് പ്ലാന്റ്സുകൾ അവിടെ ഉണ്ട്. അതും ഏകദേശം 250. നല്ല വലിയ ബുഷി പ്ലാന്റുകളാണ്. ബഡ് വന്ന് തുടങ്ങിയതും ബഡ് വരാറായതുമായിട്ടുള്ള ആ റേഞ്ചിലാണ് കൊടുക്കണ്ടാവട്ടെ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഓൺലൈൻ നമുക്ക് അത്യാവശ്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് സെയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അത് ചാലക്കുടിയിലാണ് സ്ഥലം. അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ ഓൺലൈനൊക്കെ അത്യാവശ്യം അവർ ചെയ്ത് കൊടുക്കും. ആ ഒരു ടൈപ്പ് ഉണ്ട്. ഇതും ആ ഒരു വേറെ കളറല്ലേ വരുന്നത്? ഇതിന്റെ വേറെ കളേഴ്സുകളുണ്ട്. അതിന്റെ വേറെ കളറുകളാട്ടോ. ഡെൻഡ്രോബിയത്തിന്റെ വരുന്ന വെറൈറ്റികളാണ്. ഇത് ആ ഡെൻഡ്രോബിയം മോഡലാണ്. ഇതൊക്കെ ഡെൻഡ്രോബിയത്തിൽ വരുന്നതാണ്. ഡെൻഡ്രോബിയാണ് കൂടുതലായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളത്, ഈസി ആയിട്ട് വളർത്താവുന്നതായിട്ടുള്ളതാണ് ഡെൻഡ്രോബിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ വേറൊരു വെറൈറ്റി ആണ്. ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ വെറൈറ്റി ആണ്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെങ്കിൽ ചേച്ചിനെ വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ആയാലും കറക്റ്റ് റേറ്റ്, അതായത് ഇപ്പോൾ റേറ്റിൻ്റെ ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് അല്ലേ? പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് മോഡൽ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കി ബുക്കാറ എന്ന് പറഞ്ഞല്ലേ? ആ ഓക്കെ. കണ്ട ഫ്ലവേഴ്സ് നല്ല കാണാൻ നല്ല അടിപൊളി. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണുള്ളത്. ഇത് വലിയ പ്ലാന്റുകളാണത്. അത്യാവശ്യം വലിയ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ മറച്ചിങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ ഡെൻഡ്രോബിയം തന്നെയാണ്. ഒക്കെ പല പല കളറുകളാണ്. ഇത് ലിപ്പ് മോഡൽ വരുന്നതല്ലേ? യെല്ലോന്റെ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതൊക്കെ യെല്ലോന്റെ വരുന്ന പല ഷെയ്ഡുകളുടെ ഉണ്ട്. പല ഷെയ്ഡുകളുടെ വൈറ്റിന്റെ വരുന്നത് പല ഇതായിട്ട് വരുന്നത്. എല്ലാ കളേഴ്സും ഒരുവിധം എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. സ്പ്ലാഷ് വെറൈറ്റി, ഇത് സ്പ്ലാഷ് വെറൈറ്റിയിൽ വരുന്നതാണ്. ഇതില്ലേ സ്പ്ലാഷ് വെറൈറ്റി എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ സോണിയയുടെ ഉണ്ട്. അത് ഏതായിരുന്നു? സോണിയ. ഇത് സോണിയയുടെ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുള്ള പൂക്കളാണ്. ഇതിപ്പോ ഫ്ലവറിംഗ് ടൈം അങ്ങനെ സീസണിലില്ല. എല്ലാ സമയത്തും ഇത് ഫ്ലവർ ചെയ്യും. ഡെൻഡ്രോബിയത്തിന്റെ സീസണിൽ അങ്ങനെ വിരിയുന്നതല്ല, എല്ലാ ടൈമിലും ഫ്ലവർ ഉണ്ടാവും. ഇതൊക്കെ സീഡ്ലിങ്സ് ആണ്. ഇത് സീഡ്ലിങ്സ് ആണ്. അത്യാവശ്യം നല്ല സൈസ് എത്തിക്കണ സീഡ്ലിങ്സ് ആണ്. എല്ലാം നല്ല ഷൂട്ട് വന്ന് അത്യാവശ്യം വന്നേക്കണ സൈസുകളാണ്. ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ട് ഇത് 120 ആണ് റേറ്റ്. ഇതില് 120 ആണ് സീഡ്ലിങ്സിന്റെ റേറ്റ്. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെയിൻ്റെനൻസ് ഇതിപ്പോ നമ്മൾ ഇത് കൊണ്ടുപോവാണെങ്കിൽ ഈ പോട്ട് ഇവിടുന്ന് മാറ്റിയിട്ട് ഇച്ചിരി കൂടെ വലിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ മരത്തിൽ കെട്ടി വെക്കാം. പോട്ടിലാണ് വെക്കണമെങ്കിൽ ഈ കട മൂടിക്കളയരുത്. ചുറ്റിനും ചാർക്കോൾ ഇട്ടിട്ട് പോട്ട് ചെയ്യാം. വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ പോട്ട് ചെയ്യാം. വാട്ടറിംഗ് ഒക്കെ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നല്ല ചൂടുള്ള സമയത്ത് 2 പ്രാവശ്യം നനച്ചു കൊടുക്കുക. ഇപ്പം ഈ മഴ തുടങ്ങുകയാണെങ്കിൽ മഴയുടെ അനുസരിച്ചിട്ട് നനവ് നോക്കിയിട്ട് നനച്ചു കൊടുക്കാം. ഫെർട്ടിലൈസറൊക്കെ ആഴ്ചയിൽ ഒരിക്കലും കൊടുക്കാം. ഇത് ഗ്രോത്തിനുള്ളത് മാത്രം കൊടുത്താൽ മതി. ഇതിപ്പോ ഇത് കൊണ്ടുപോയി നമുക്ക് എത്ര മാസത്തിനുള്ളിൽ ഫ്ലവറിംഗ് വരും? ഇതെങ്ങനെയായാലും ഒരു 8 മാസമെങ്കിലും മിനിമം. 8 മാസം. ഇത് 1 ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്.
1 ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് 1 വർഷമായിട്ടുള്ളതാണ്. വർഷമായിട്ടുള്ളതാണ്. പിന്നെ ഫ്ലവർ ഇടണമെങ്കിൽ 8 മാസം കൂടെ പിടിക്കും. നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ വളം കൊടുത്ത് അതിന് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്പീഡിലാവും. ഇതിന് സമയം കൂടുതൽ പിടിക്കും. അപ്പൊ അങ്ങനെയാണ് അത്. അത്യാവശ്യം സൺലൈറ്റ് വേണം ഇതിന്. ചിലതിനൊക്കെ 2-3 ഷൂട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ പുതിയ നല്ല ഷൂട്ട് വന്നതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ. പിന്നെ നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പൊ തന്നെ ഫ്ലവർ ഇടില്ല. അതിന്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം. ഒരു ഇത്ര നാള് പിടിക്കും ഇത് ഫ്ലവർ. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നമുക്ക് ഫ്ലവർ ഇട്ടാൽ ഒരു 2 മാസത്തോളം ഇതിന്റെ ലാസ്റ്റ് 2-2.5 മാസം ലാസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഫ്ലവർ നല്ല സൈസുള്ള പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സൈസുള്ള പ്ലാന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ഫ്ലവർ ഇട്ട് എത്ര നാളായി ഇപ്പോ? ഫ്ലവർ ഇത് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. മിക്കതും വിരിഞ്ഞു വരുന്നുള്ളൂ. ഒക്കെ ഇതൊക്കെ ഒന്നും വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. എല്ലാം ഈ അടുത്ത് വിരിഞ്ഞത് മാത്രമാണ്. വിരിഞ്ഞു വരുന്നുള്ളൂ. മുട്ടിട്ട് ഇപ്പോഴും നിൽക്കണ്ട കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിക്ക് മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഫ്ലവർ ചെയ്ത് ഇത്രയാണുള്ളത്. പിന്നെ അവിടെ അതിന്റെ സീഡ്ലിങ്സ് അവിടെ ബഡ് വന്ന് തുടങ്ങുന്നത്. അത് ബഡ് വരുന്നത് ആദ്യം ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നതാ നമ്മള്. ഇതാണോ? അതിങ്ങനെ ബഡ് വരുന്നതനുസരിച്ച് നമ്മള് മാറ്റി വെക്കുന്നതാ. ഓക്കെ. ഈ ബഡ് വരുന്നതിനും റേറ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? ഇതൊക്കെ നമ്മൾ 250-നാണ് ബഡ് വരാറായത് കൊടുക്കുന്നത്. ഇതൊക്കെ ബഡ് വരാറായതാണ്. ഇതൊക്കെ എന്റെ പ്ലാന്റ് സൈസ് കണ്ടോ? അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ്. നല്ല ബുഷി പ്ലാന്റുകളാണ് പലതും. ഇതൊക്കെ ഇനി ഒരു 2-3 മാസത്തിനുള്ളിൽ 2-3 മാസം വേണ്ട. ഇപ്പൊ ബഡ് ഇത് കഴിയുമ്പോഴേക്കും ബഡ് വരും. ഈ പുതിയതിൽ നിന്നൊക്കെ നോടുകളിൽ നിന്നൊക്കെ വരും. ബഡ് വരാനുള്ള ഇതൊക്കെ വലിയ ഫ്ലവർ ഇതാണ്. ഇതൊക്കെ 250-ന്റെ ആണ്. ഇത് കൊണ്ടുവന്ന് വെച്ചാൽ പോട്ടൊന്ന് മാറ്റിയാൽ പെട്ടെന്ന് നിറഞ്ഞു പൂക്കും. ഇച്ചിരി വലിയ പോട്ടിലേക്ക് വെക്കണം. എല്ലാം അങ്ങനത്തെയാണ്. നല്ല വലിയ പ്ലാന്റ്സുകളാണ് എല്ലാം. അത്യാവശ്യം എല്ലാം വലിയ പ്ലാന്റുകളാണ്. അത് പൂവിടാറായി നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ ഉള്ള വെറൈറ്റികൾ എടുക്കുമ്പോൾ എല്ലാത്തിനും കളർ അറിയാൻ പറ്റില്ല. കളർ മിക്സിംഗ് ആണ്. എല്ലാ വെറൈറ്റിയിലും ഉള്ളത് ഇതിലുണ്ട്. കളർ എല്ലാത്തിനും കൺഫേം അല്ല. അതായത് പൂവിട്ട് തുടങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതേപോലെ നമുക്ക് പൂവിട്ട് വരുമ്പോഴേ കളറ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബഡ് വരാറായ ഐറ്റംസ് വലിയ ബഡുകൾ വരുന്നതാണ്. വലിയ നല്ല ലോങ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ വലിയ ബഡുകൾ വരുന്ന വെറൈറ്റികളാണ്. വലിയ ബഡുകൾ നല്ല സ്ട്രോങ് ആണ് അതെല്ലാം. ഇതൊക്കെ നല്ല വലിയ പ്ലാന്റുകളാണ്. ബുഷി പ്ലാന്റുകളായിട്ടുള്ളതൊക്കെയാണ്. അതെല്ലാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നമുക്ക് കൊണ്ടുപോയി ഇതിപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും റിപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം നല്ല റൂട്ടഡ് ആണ്. ഇത് പുതിയ പോട്ടിലേക്ക് വെച്ചാല് ഇത് പെട്ടെന്നായിട്ട് വലുതായി നല്ല ഫ്ലവറിങ് വരും. ഫ്ലവറിങ്ങിന്റെ ഉള്ള ഫെർട്ടിലൈസർ കൊടുത്താൽ വരും. അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ ഇത് നല്ല വെറൈറ്റി ആണ്. ഫെലനോപ്സിസ് എന്ന് പറയുന്ന മോഡലാണ്. ഇത് 500 വരുന്നത്. റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് അനുസരിച്ച് 500-550. ഫ്ലവറിങ് മെച്ചൂർഡ് ആയ പ്ലാന്റുകളൊക്കെ ആ റേറ്റ് വരുന്നതാണ്. ഇത് പേര് ഫെലനോസിസ്. ഇതൊരു 4-5 മാസത്തോളം ഫ്ലവർ ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്ലവർ ഇങ്ങനെ നിന്നോളൂ. ഇത് ഫ്ലവർ പോയതാണെങ്കിലും നമ്മൾ വെട്ടിക്കളയാതിരിക്കുക. ഈ നോഡുകളിൽ നിന്ന് പുതിയ തൈകൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഫ്ലവർ ആയിട്ട് വരും. അപ്പൊ വെട്ടിക്കളയരുത്. ഇതിപ്പോ ഫ്ലവർ ഇത് ഫ്ലവറിന്റെ സ്റ്റെം അല്ലേ? ഫ്ലവറിന്റെ സ്റ്റെം ഉണ്ട്. അത് പോയാലും ഇതിങ്ങനെ തന്നെ നിർത്തണം. അപ്പൊ എന്നാലാണ് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പുതിയ മുളകൾ പൊട്ടി വരാം, അല്ലെങ്കിൽ പുതിയ പൂക്കൾ വരുള്ളൂ കേട്ടോ. അപ്പൊ അതുണ്ട് ഇവിടെ. പിന്നെ ഇത് വൈറ്റ് അല്ലേ? പ്യൂർ വൈറ്റ്. ഇതും ഡെൻഡ്രോബിയത്തിന്റെ തന്നെയാണോ? ഇല്ല, ഇതൊക്കെ ഫെലനോപ്സിസ് ആണ്. ലീഫിന് വ്യത്യാസമുണ്ട്. ലീഫ് ഇങ്ങനെ ആയിരിക്കും വരാം. മറ്റേ ലീഫ് ഈ ഒരു മോഡലായിരിക്കും. ഇതിന് ലീഫിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഒരു ടൈപ്പാണ് ഇവിടെ. ഇത് ഒരു ഏകദേശം 500 റേഞ്ച് വരുന്ന 500-550 ഒക്കെ മെച്ചൂർഡ് പ്ലാന്റുകൾ വരുന്നത്. അങ്ങനെയാണ്. ഇതൊക്കെ ഫ്ലവർ കഴിഞ്ഞ് വന്ന പുതിയ ഷൂട്ടുകൾ, പുതിയ റൂട്ടൊക്കെ വന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതില് മോസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ മോസ് മാറ്റി വേറൊരു പോട്ടിലേക്ക് വെച്ചിട്ട് ചാർക്കോൾ ഇട്ടിട്ട് പോട്ട് ചെയ്യാം. ഒന്ന് ഇതിന്റെ കെയർ എന്ന് വെച്ചാല് അല്പം ചെരിച്ചു വെച്ച് കൊടുക്കണം. പോട്ടില് പ്ലാന്റ് ഒന്ന് ചെരിച്ചു വെച്ച് കൊടുക്കുക. ഇതിന് മാനുവർ വളമൊക്കെ കൊടുക്കുന്നത് മറ്റേ ഡെൻഡ്രോബിയം പോലെ തന്നെ. വാട്ടറിങ് മോർണിംഗിൽ മാത്രം പാടുള്ളൂ. ഉച്ച കഴിഞ്ഞ ശേഷം വാട്ടറിങ് പാടില്ല. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതില് മറ്റേ ചാർക്കോളും പിന്നെ ചകിരിയുടെ ആ ഒരു സാധനം. ചകിരി വേണമെന്നില്ല, ചാർക്കോൾ മാത്രം. സൺലൈറ്റ് ആണ് പിന്നെ ഒരു കാര്യം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കേണ്ട. ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് അവർക്ക് ആവശ്യം. ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലീഫൊക്കെ ബേൺ ആയി. 1-2 കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. നന്നായിട്ട് ഫ്ലവർ ചെയ്യും.
നിങ്ങൾക്ക് വളം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫെർട്ടിലൈസർ ഒക്കെ നമ്മൾ ഫോളിയർ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യും. സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ എല്ലാത്തിനും ഒരുപോലെ തന്നെ. ഒരുപോലെ തന്നെ. ഇതിന്റെ സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് ഒന്ന് കാണിക്കാമോ? ഇതാണല്ലോ അതിന്റെ സീഡ്. ഇതാണ് സീഡ്ലിങ്സുകൾ വരുന്നത്. എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട് റിപ്പോർട്ട് ചെയ്ത് പുതിയ ഇതിലേക്കൊക്കെ എല്ലാത്തിനും റൂട്ട് വന്ന് നമ്മൾ ഓക്കെ ആയിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുക. ഇത് ഏകദേശം എത്ര റേഞ്ച് വരുന്നതായിരിക്കും? ഇത് 250 ഈ സൈസിലൊക്കെ വരുന്നത്. ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് പിന്നെ ഫ്ലവറിങ് വരാൻ കുറച്ച് സമയം എടുക്കും. ഒരു 4-5 മാസമൊക്കെ ഫ്ലവർ വരാനായിട്ട് നമുക്ക്. കാരണം ഇത് ചെറിയ കുറച്ചും കൂടെ മെച്ചൂർഡ് ആയി ഇച്ചിരി ഒരു 2-3 ലീഫും കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്ലവറിംഗിലേക്ക് വരുള്ളൂ. അപ്പൊ അതിന് അത്ര സമയം എടുക്കും. അപ്പൊ അത് മറ്റേ ശ്രദ്ധിക്കുക കൊണ്ടുപോകുന്നവര്. ഫ്ലവർ ഇട്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഫ്ലവർ ഇട്ടതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡെൻഡ്രോബിയത്തിന്റെ മെച്ചൂർഡ് പ്ലാന്റുകളാണ്. ഇതൊക്കെ മെച്ചൂർഡ് എന്ന് വെച്ചാൽ എല്ലാം ബഡ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. എല്ലാത്തിലും ബഡ് വന്ന് പോയിട്ടുള്ളതാണ്. ചെറിയ പ്ലാന്റുകളല്ല. ഇനി പെട്ടെന്ന് ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള പ്ലാന്റുകളാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ബഡുകൾ വന്നതുണ്ട്. ഇങ്ങനെ വരും നമുക്ക് പുതിയ കിക്കീസ് വരുന്നത്. അവിടെ വേര് വരുന്നതല്ലേ? ഇങ്ങനെ ചിലപ്പോൾ കിക്കീസ് വരികയാണെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അടർത്തി പുതിയ തൈയായിട്ട് നമുക്ക് വേറെ പിടിപ്പിക്കാം. ഇത്രയും വരണം. 2 തണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് അടർത്തി വെച്ച് പുതിയ തൈയായിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം, ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ബഡ് വന്ന് നിൽക്കുന്നത് കണ്ടിട്ടോ. അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ബഡുകൾ വന്ന് കാണാം. ഇതൊക്കെ ഇടയ്ക്ക് ബഡ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. ബഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ റേറ്റ് മാറും. ഫ്ലവറിംഗ് ഇല്ല, പ്ലാന്റിന്റെ സൈസ് അനുസരിച്ച് ബഡ് വന്നാലും ഇല്ലെങ്കിലും പ്ലാന്റ് സൈസ് അനുസരിച്ചാണ്. ഇതൊക്കെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയിൽ വരുന്നതാണ്. ഇതൊക്കെ വിരിഞ്ഞു വരുന്നുള്ളൂട്ടാ. സ്പെഷ്യൽ വെറൈറ്റിയിൽ വരുന്ന ഐറ്റംസുകൾ അതുകൂടെ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് പറിക്കാറായിട്ടില്ല. ഇത്തിരി കൂടെ റൂട്ട് നന്നായിട്ട് വരണം. അടർത്തി അപ്പൊ അങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കാര്യങ്ങള്. പിന്നെ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ചാനലിന്റെ പേരെന്താ ചേച്ചി? തുമ്പി ഓർക്കിഡ്സ് എന്നാണ് ചാനലിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക ആളുടെ ചാനലിന്റെ ഡീറ്റെയിൽസിലല്ല. അപ്പൊ ഓർക്കിഡുകളുടെ സെയിലും കാര്യങ്ങളും പിന്നെ അതിന്റെ ബാക്കിയെല്ലാം അതിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യണ്ടാവുക. അപ്പൊ ഓൺലൈനിൽ നിങ്ങൾക്കത് വാങ്ങുമ്പോ ആള് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇപ്പൊ ഇട്ട് തുടങ്ങും. അപ്പൊ നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കിഡിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഓർക്കിഡ് ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പൊ അത് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ ഞാനും എന്തായാലും ആളുടെ ചാനൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഇത് ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു ഓർക്കിഡിന്റെ ഒരു ചെറിയ നഴ്സറി എന്ന് തന്നെ പറയാം. ഓർക്കിഡിന്റെ മാത്രം തുമ്പി ഓർക്കിഡ്സ് ആ സംഭവമാണ് കേട്ടോ ഇതിവിടെ വരുന്നത്. ചേച്ചി നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയുമോ? ലൊക്കേഷൻ വരുന്നത് വെസ്റ്റ് ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ ഒരു 3 കിലോമീറ്റർ, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിന് ഒരു 1 കിലോമീറ്ററും കൂടെ വരും. ഞാനപ്പോൾ ഫോൺ നമ്പറും ലൊക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതേപോലെ ചേച്ചിക്ക് ഓൺലൈൻ സെയിൽ ഉണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ട് വേണ്ടവർ ആ നമ്പറിൽ ചേച്ചീനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണോ? വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ആള് ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിന്റെ കെയറിംഗ് വേണമെങ്കിലും എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും നമ്മളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമ്മള് പിന്നെ കൊറിയറിന് ദൂരേക്കുള്ള കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അപ്പൊ അത് പ്രത്യേകം ഓർക്കുക. നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അല്ലെങ്കിൽ DTDC വഴിയായിരിക്കും അയക്കേണ്ടാവും. അപ്പോൾ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ബാക്കി പ്ലാന്റിന്റെ പ്രൈസും ഡീറ്റെയിൽസും ആളോട് ചോദിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഓൺലൈൻ വേണ്ടവര് ആളെ അടിയിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റൊന്നുമില്ല. പ്ലാന്റ് ഒക്കെ നല്ല സൂപ്പർ പ്ലാന്റുകളാണ്. കൊണ്ടുപോകുന്നവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. മെസ്സേജ് വിട്ടാൽ മതി, ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും റിപ്പോർട്ടിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ വളപ്രയോഗങ്ങളോ നനയെ പറ്റിയോ എന്ത് കെയറിങ്ങും നമുക്ക് ചേച്ചി ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പൊ അത് ഓർക്കുക. അപ്പൊ അത് വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ച അടിപൊളി എല്ലാം നല്ല അടിപൊളി പൂക്കളുണ്ട്. പിന്നെ ചേച്ചി ചാലക്കുടിയിലും സെയില് പോയി നിൽക്കുന്നുണ്ട്. അത് എവിടെയായിട്ടാണ് നിൽക്കുന്നത്? ചാലക്കുടി മുരിങ്ങൂര് ഭാഗത്ത് ഹൈവേയുടെ സൈഡില് ചേച്ചി. അപ്പൊ ചാലക്കുടിയില് ചാലക്കുടി മുരിങ്ങൂർ ഹൈവേയിലും സെയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. കാലാവസ്ഥ അനുസരിച്ചായിരിക്കും കേട്ടോ. മഴ ഇല്ലെങ്കിൽ ആള് അവിടെ ഉണ്ടാവും. വൈകുന്നേരമാണോ ഉച്ചയ്ക്കാണോ? ഏത് സമയത്ത്? ഒരു 3 മണിക്ക് ശേഷം. 3 മണിക്ക് ശേഷം ആയിരിക്കും കേട്ടോ. മഴ ഇല്ലെങ്കിൽ ചേച്ചി അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ സെയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ ചേച്ചി, താങ്ക് യു.